കേരളത്തിൽ പച്ചക്കറി സ്വയം പര്യാപ്തതാ പദ്ധതിയുമായി കർഷക സംഘടനയായ ഇൻഫാം 25,000 കർഷക കുടുംബങ്ങളിലൂടെ 4 കോടി പച്ചക്കറി തൈകൾ നട്ടുവളർത്തുകയാണ് ലക്ഷ്യം. ഒക്ടോബർ, നവംബർ മാസങ്ങളിലായി കൃഷി ഇറക്കാനാണ് നീക്കം. കേരളത്തിൽ പച്ചക്കറി കൃഷി വ്യാപന പദ്ധതി നടപ്പിലാക്കാനൊരുങ്ങുകയാണ് കർഷക സംഘടനയായ ഇൻഫാം. ഇൻഫാമിന്റെ യൂണിറ്റുകളുള്ള മേഖലകളിൽ ആകെ 25,000 കുടുംബങ്ങളിൽ പച്ചക്കറി കൃഷി നടപ്പിലാക്കുകയാണ് ലക്ഷ്യം. ഒരു യൂണിറ്റിൽ 10 വീട്ടമ്മമാരെ വീതം തിരഞ്ഞെടുത്ത് ആദ്യഘട്ടത്തിൽ കൃഷി ആരംഭിക്കും. നാടൻ പച്ചക്കറികൾക്കൊപ്പം ശീതകാല പച്ചക്കറികളും നട്ടുവളർത്തും. പദ്ധതി നടപ്പിലാക്കുന്നതിനാവശ്യമായ 4 കോടി വിത്തുകൾ എത്തിച്ചു കഴിഞ്ഞതായി ഇൻഫാം സംസ്ഥാന പ്രസിഡന്റ് ജോസ് എടപ്പാട്ട് KCV ന്യൂസിനോട് പറഞ്ഞു. ഇൻഫാമിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം 25,000 കുടുംബങ്ങളിലേക്ക് നമ്മൾ പച്ചക്കറി തൈകളുടെ വിത്തുകൾ വിതരണം ചെയ്യുകയാണ്. കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് പറയുന്ന കാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട് ഇവയെല്ലാം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പരീക്ഷിച്ച് അറിഞ്ഞിരിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം നമ്മൾ കാഞ്ഞിരപ്പള്ളിയിൽ ഇതിൻ്റെ വിത്തുകളെല്ലാം വിതരണം ചെയ്യുകയും അവിടെ കൃഷി ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം ഇൻഫാമിൻ്റെ യൂണിറ്റുള്ള മുഴുവൻ കുടുംബങ്ങളിലേക്കും ഈ പച്ചക്കറി തൈകളുടെ വിത്തുകൾ വിതരണം ചെയ്യുകയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ 10 കുടുംബത്തിലേക്ക് 13 ഇനം വിത്തുകൾ നമ്മൾ സൗജന്യമായി കൊടുക്കുകയാണ്. ജൈവ മാതൃകയിലുള്ള കൃഷിയാണ് ലക്ഷ്യമിടുന്നത്. പച്ചക്കറികൾക്ക് വേണ്ടി ഇതര സംസ്ഥാനങ്ങളുടെ മേലുള്ള ആശ്രയത്വം കുറയ്ക്കുന്നതിനും വിഷരഹിതമായ പച്ചക്കറികൾ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനും വേണ്ടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കർഷകർക്ക് പരിശീലനവും അനുബന്ധ സാമഗ്രികളും ലഭ്യമാക്കുന്നതിന് ഇൻഫാം മുൻകൈയെടുക്കും. ആദ്യഘട്ടത്തിൽ പച്ചക്കറി സ്വയം പര്യാപ്തതയും രണ്ടാം ഘട്ടത്തിൽ പച്ചക്കറി വിപണനത്തിലൂടെ കർഷകർക്ക് വരുമാനവുമാണ് ലക്ഷ്യമിടുന്നത്. മേഖലായോഗങ്ങളിലൂടെ പദ്ധതി നടപ്പിലാക്കുന്നതിനാവശ്യമായ പ്രചാരണ പരിപാടികളും സംഘടന ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.